നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇപ്രാവശ്യം ഒരു വമ്പൻ IPOയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ആണത്. 19 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന നിങ്ങൾ ആ പേരത്ര പരിചയം പോരാ അല്ലേ? എന്നാൽ Paytm എന്ന് പറഞ്ഞാലോ, Paytm എന്ന എൻറ്റൈറ്റിയുടെ പേരന്റ് കമ്പനിയുടെ പേരാണത്. അവരുടെ ഇഷ്യൂ വരുന്നു നവംബർ 8 മുതൽ നവംബർ 10 വരെയാണ് ഇഷ്യൂ ഉണ്ടായിരിക്കുക. റെക്കോർഡ് തുകയാണ് അവർ വിപണിയിൽ നിന്ന് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 18,300 കോടി രൂപയാണ് വിപണിയിൽ നിന്ന് അവർ സമാഹരിക്കുന്നത്. 8,300 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഇഷ്യൂവും 10,000 കോടിക്കുള്ള ഓഫർ ഫോർ സെയിലുമാണ് കമ്പനി ഇപ്പോൾ വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിജയ് ശേഖർ ശർമ്മ എന്ന എൻ്റർപ്രണർ 2009 മൊബൈൽ ഫസ്റ്റ് എന്നുള്ള പേരിലാണ് ഒരു കമ്പനി ആരംഭിച്ചത്. അവരൊരു ആപ്പ് തുടങ്ങിയത്. അതാണ് പിന്നീട് ഈ ലെവലിലേക്ക് വളർന്നിരിക്കുന്നത്. 2010 കേവലം 120 കോടി രൂപയുടെ ഒരു IPOയുമായിട്ടാണ് ഇവർ ആദ്യം വിപണിയിലേക്ക് എത്താൻ ശ്രമിച്ചത്. 2010 കേവലം 120 കോടി രൂപ മാത്രം. ആ വർഷം 64ഓളം IPOകൾ ഉണ്ടായിരുന്നു. അവർ 38,000 കോടിയോളം എല്ലാ കമ്പനികളും കൂടി ചേർന്ന് പിരിച്ചെടുത്ത ഒരു സംഭവമാണ് 2010. അതിൽ ഒരു കമ്പനി മാത്രമായി മാറുമായിരുന്നു അന്ന് ഈ കമ്പനി. എന്നാൽ അവസാന നിമിഷം മാർക്കറ്റിൻ്റെ വല്ലാത്ത ചാഞ്ചാട്ടം കാരണം അവർ ലാസ്റ്റ് മിനിറ്റിൽ ഇഷ്യൂ പിൻവലിച്ചു. പിന്നീട് 11 വർഷത്തോളം കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് വീണ്ടും വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വമ്പൻ ഇഷ്യൂമായിട്ട്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ, പ്രൈമറി മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ ഇതുവരെ നമ്മൾ കണ്ടത് ഗവൺമെൻറ്റിൻ്റെ സ്വന്തം കോൾ ഇന്ത്യയുടെ IPO ആയിരുന്നു. അത് 15,200 കോടി രൂപയ്ക്കുള്ളതായിരുന്നു. എന്നാൽ അതിനെയും കടത്തി വെട്ടിക്കൊണ്ട് 18,300 കോടി രൂപയുടെ ഇഷ്യൂ ആണിപ്പോൾ Paytm നടത്തുന്നത്. അപ്പോൾ ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവായി പറയുന്ന പോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ഒട്ടും മടിക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമുക്കിനിയും ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അല്ലെങ്കിൽ Paytm എന്ന് പറയുന്ന ഈ കമ്പനി വിജയ് ശേഖർ ശർമ്മ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെറും മൊബൈൽ ടോപ്പ് അപ്പ് സർവീസസും യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് പിന്നീട് ഈ നമ്മളുടെ ഡിമോണിറ്റൈസേഷൻ വന്നല്ലോ, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളെല്ലാം നിരോധിച്ച ആ സമയം ഇവർക്ക് വല്ലാതെ ഭാഗ്യം കൊണ്ടുവന്നു. അതോടുകൂടി ഇലക്ട്രോണിക് പേയ്മെൻറ്റുകളിലേക്ക് വന്നു. Paytm എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പേ ത്രൂ മൊബൈൽ എന്നാണ്. അതിൻ്റെ ചുരുക്കപ്പേരാണ് Paytm എന്നുള്ളത്. അങ്ങനെ പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ എന്നുള്ള ആ ഒരു സംവിധാനം വളരെ ശക്തിയാർജിതോടുകൂടി തന്നെയാണ് ഈ കമ്പനി വളരെ വലിയ നിലയിലേക്ക് വളർന്നത്. അങ്ങനെ 2016 ആ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് വിപ്ലവത്തിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിച്ചത് Paytm എന്ന് പറയുന്ന ഈ കമ്പനിക്കാണ്. അപ്പോൾ 333 മില്യൺ കസ്റ്റമേഴ്സാണ് ഇപ്പോൾ അവർക്കുള്ളത്. അതോടൊപ്പം തന്നെ 21 ദശലക്ഷം കച്ചവടക്കാരും ഇവരുടെ കസ്റ്റമേഴ്സായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, Paytm ആപ്പാണ് ഏറ്റവും വലിയ പേയ്മെൻറ്റ് ആപ്പ് ഇന്ത്യയിൽ എന്നുള്ളത്. അത് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ പേയ്മെൻറ്റ് ആപ്പ് ബ്രാൻഡും ഇത് തന്നെയാണ്. അതായത് കാൻഡർ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ബ്രാൻഡുകളുടെ കാര്യത്തിൽ റേറ്റിംഗ് നടത്തുന്ന ഏജൻസി പറയുന്നത് ഏറ്റവും വിലയേറിയ പേയ്മെൻറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് Paytm ആപ്പാണ്. അതിന് അവരിട്ടിരിക്കുന്ന വില $6.3 ബില്യൺ ആണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കും. നമ്മൾ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം Paytm യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഈ ആപ്പ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മൊബൈൽ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട്, പിന്നെ ഓൺലൈൻ മണി ട്രാൻസ്ഫേഴ്സ്, പേ ബില്ല്, ആക്സസ് ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ്, പർച്ചേസ് ടിക്കറ്റ്സ്, പ്ലേ ഗെയിം ഓൺലൈൻ, ബൈ ഇൻഷുറൻസ്, മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ്,
അങ്ങനെ പല കാര്യങ്ങളും. അതുകൂടാതെ തന്നെ ഈ മർച്ചൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ അഡ്വർടൈസ് ചെയ്യാൻ പോലും സാധിക്കും. അതുകൂടാതെ അവരുടെ പ്രോഡക്ട്സ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലോയൽറ്റി സൊല്യൂഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പേടിഎമ്മിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നിരവധിയാണ് നമ്മുടെ ജീവിതത്തിൽ. പേടിഎമ്മിൻ്റെ മാർക്കറ്റിലെ സ്ട്രെങ്ത് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസാണിത്. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡാണ് പേടിഎം എന്നുള്ളത്. പിന്നെ 333 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട്. 114 മില്യൺ ആനുവൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന യൂസേഴ്സ് ഉണ്ട്. 21 മില്യൺ രജിസ്ട്രേർഡ് കസ്റ്റമേഴ്സ് മർച്ചൻസ് ആയിട്ട് ഇവർക്കുണ്ട്. പിന്നെ അവരുടെ സൂപ്പർ ആപ്പ്, അത് മൊബൈൽ ആപ്പ് നമ്മൾ വളരെയധികം പ്രയോജനങ്ങൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം പേടിഎമ്മിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. 197 കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ പേടിഎം എന്ന ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സെബിയുടെ നോം അനുസരിച്ച് ഇത് പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പേര് പ്രൊമോട്ടറായിട്ട് പറയാനായിട്ട് സാധ്യമല്ല. പക്ഷെ നമ്മളൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഇത് ആദ്യമായിട്ട് ഈ ഇഷ്യൂ അനൗൺസ് ചെയ്യുന്ന സമയത്ത് 16,600 കോടി രൂപയാണ് ഇവർ റേസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് അത് 18,300 ആവുകയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന് ബാക്കിംഗ് ചെയ്തിരുന്ന ഒരു ചൈനീസ് കമ്പനി ആയിട്ടുള്ള ANT ഗ്രൂപ്പ്. ANT ഗ്രൂപ്പിൻ്റെ അവരുടെ കൈവശമുള്ള ടോട്ടൽ ഷെയർസിൻ്റെ 50% ഈ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് നന്നായിട്ട് ചൂടായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ലാഭം കിട്ടുമെന്ന് കരുതി അവരുടെ 50% ഓഹരികൾ വിറ്റഴിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അത് ഓഫർ ഫോർ സെയിലിൽ അത് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് 10,000 കോടിയായി ഓഫർ ഫോർ സെയിൽ ടോട്ടലായിട്ട്. പിന്നീട് മറ്റൊരു കാര്യം, കമ്പനി പേടിഎം തന്നെ സ്വയം അവരുടെ ഇഷ്യൂ സൈസ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ സെബിയോക്ക് അപേക്ഷ നൽകുകയുണ്ടായി. അങ്ങനെ ഒരു 1,700 കോടി രൂപ കൂടി അവർ കൂടുതലായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 1,700 കോടി രൂപ കൂടി വന്നപ്പോഴത്തേക്ക് ടോട്ടൽ വന്നപ്പോൾ ഇത് 18,300 കോടി എന്നുള്ള ഒരു ഇഷ്യൂ സൈസായിട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന് ബാക്കിംഗ് ചെയ്യുന്ന വിദേശത്തു നിന്നുള്ള ബാക്കിംഗ് ഉള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ANT ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ആലിബാബയുണ്ട്, പിന്നെ ബെർക്ക്ഷയർ ഹാത്വേ ഉണ്ട്, ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള സോഫ്റ്റ് ബാങ്കും ഈ കമ്പനിയെ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കമ്പനി ഇപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ കുറച്ച് ഓഹരികൾ വിറ്റഴിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു കാരണം തന്നെയാണ്. അതുകൂടാതെ അവരുടെ ഇക്കോസിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതുണ്ട്. അവർ കസ്റ്റമർ അക്വിസിഷൻ, കസ്റ്റമേഴ്സിൻ്റെ വർധനവിന് വേണ്ടിയിട്ടും കൂടുതൽ ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സർവീസസിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഈ ഫണ്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ വർദ്ധിപ്പിക്കുക, ബിസിനസ് ഇനീഷ്യേറ്റീവ്സ്, കൂടുതൽ ബിസിനസ് രംഗങ്ങളിലേക്കൊക്കെ വരിക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. അത് കൂടാതെയാണ് ഈ അവരുടെ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും പിന്നെ ലിസ്റ്റഡ് കമ്പനി എന്നുള്ള ഒരു ഇമേജിലേക്ക് വരിക എന്നുള്ളതെല്ലാം ഇതിൻ്റെ പിന്നിലുള്ള മറ്റു ഉദ്ദേശങ്ങളാണ്. പേടിഎം ഫിനാൻഷ്യൽ സർവീസസ് രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവരുടെ ഒരു ഓളിയോൺ സബ്സിഡിയറി ഉണ്ട്, പേടിഎം മണി എന്നുള്ള പേരിൽ. അവരിപ്പോൾ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഇൻഷുറൻസ്, വെൽത്ത് മാനേജ്മെൻറ്റ് ഈ രംഗങ്ങളിലെല്ലാം സജീവമായി കഴിഞ്ഞു. സീറോ കമ്മീഷനിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ മ്യൂച്വൽ ഫണ്ടുകളിലെല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ നേരിയ കമ്മീഷനിലാണ് അവരുടെ സ്റ്റോക്ക് ബ്രോക്കിങ്ങും എല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1.3 ദശലക്ഷം കസ്റ്റമേഴ്സാണ് അവർക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിലുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 2 ലക്ഷത്തിലധികം സ്റ്റോക്ക് ബ്രോക്കിംഗ് രംഗത്ത് ട്രേഡിംഗ് അക്കൗണ്ടുകളും ഈ പേടിഎം മണിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കമ്പനി നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം, കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ ബാലൻസ് ഷീറ്റ് പല ഇരട്ടികളായിട്ട് വർദ്ധിക്കുകയായിരുന്നു. കാരണം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒത്തിരി സ്പെൻഡ് ചെയ്തു. അത് കമ്പനി ലാഭത്തിൽ ആണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കമ്പനിയുടെ വളർച്ചയ്ക്ക് കൊടുത്തു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ
തന്നെയാണ് ഈ കഴിഞ്ഞ 3 വർഷത്തെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നോക്കൂ, മാർച്ച് 2019 അതിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 4230.9 കോടി നഷ്ടമാണെങ്കിൽ അത് ഈ കഴിഞ്ഞ 2021 കണക്ക് നോക്കുകയാണെങ്കിൽ 60% കുറവ് വന്നിരിക്കുന്നത്. ഈ ലോസ് 60% അവർ നികത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതിന് തൊട്ടു മുമ്പുള്ള വർഷത്തെ സംബന്ധിച്ച് 2942.4 കോടി എന്നുള്ളത് അവർ ഏകദേശം 42% അതിൽ നിന്നും വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ നഷ്ടം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും 60% ഇംപ്രൂവ്മെന്റ് വന്നു, ഇവിടെ നിന്നൊരു 42% ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മാർക്കറ്റിംഗ് എക്സ്പെൻസസിന്റെ കാര്യത്തിലാണ്. മാർക്കറ്റിംഗ് എക്സ്പെൻസസ് 2019 3408 കോടി രൂപയായിരുന്നു കാണിച്ചിരുന്നത്. അത് ഇപ്പോൾ 2021 ആയപ്പോഴത്തേക്കും 532 കോടി രൂപയായിട്ട് അവർ കുറച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് എക്സ്പെൻസസിൽ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പ്രോഫിറ്റിലേക്കും അതിൻ്റെ ലാഭത്തിലേക്കും എല്ലാം വരാൻ സാധ്യതയുള്ള ഒരു നീക്കമാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഈ മെഗാ ഇഷ്യൂവിൻ്റെ കൂടുതൽ പോയിന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു മെഗാ ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ ഒരു വലിയ ഓളം ഉണ്ടാക്കും മാർക്കറ്റിലെന്നും ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗെയിൻ ഉണ്ടാകും എന്നുള്ളതെല്ലാം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് അത്രയധികം പ്രാധാന്യത്തോടെ വരുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ ചൈനീസ് കമ്പനികളുടെ ഒരു ബാക്കിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് ഫ്യൂച്ചറിൽ വിധേയമാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ചിലപ്പോൾ അവരോട് ഓഹരികൾ വിറ്റഴിക്കാൻ നിർബന്ധിതരാക്കാനായിട്ടുള്ള ഒരു സാധ്യതയെല്ലാം നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് മറികടക്കാനുള്ള മാർഗങ്ങളും സെബി അതിനനുസരിച്ച് നൽകുന്നതായിരിക്കും. എങ്കിൽ പോലും ഇപ്പോഴത്തെ ലിസ്റ്റിംഗ് സമയത്ത് നമുക്കൊരു ഗെയിൻ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോങ് ടേമിലേക്ക് ഇത് എത്രമാത്രം നന്നായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം കോൾ ഇന്ത്യയുടെ എല്ലാ അനുഭവം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നിങ്ങൾ ഒരു ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കേണ്ടതാണ്. ഈ ഇഷ്യൂ അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് ഷെയർ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. എന്തായാലും നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. IPO ഓപ്പൺ ചെയ്യുന്നത് 8-ാം തീയതിയാണ്. 10-ാം തീയതിയാണ്, നവംബർ 10-നാണ് ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണ്. ആ 1 രൂപയ്ക്ക് പ്രീമിയം കൂടി ചേരുമ്പോൾ അതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത് 2080, 2150 എന്നാണ്. അപ്പോൾ അപ്പർ ബാൻഡ് ആയിട്ടുള്ള 2150 ആയിരിക്കും ഇതിൻ്റെ പ്രൈസായിട്ട് വരിക. അപ്പോൾ 1 രൂപ കുറച്ചാൽ ബാക്കി എത്രയാണോ അത്രയും ഇതിൻ്റെ പ്രീമിയം ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്യൂ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു 18,300 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സിന് 6 ഷെയറാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മിനിമം മാക്സിമം 93 ഓഹരി വരെയാണ് ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയർ തന്നെയാണിത്. 10% മാത്രമാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. 10% എന്തുകൊണ്ടാണ് 10% ആയിപ്പോയെന്ന് ചോദിച്ചാൽ ഇത് നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ എന്നുള്ളത് കൊണ്ടാണ് 10% കൊടുക്കാൻ പാടുള്ളൂ എന്ന് സെബിയുടെ ഒരു നിയമമുണ്ട്. റീറ്റെയിലേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കൊടുത്താൽ മതി എന്ന് സെബി ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫ്രഷ് ഇഷ്യൂ 8,300 കോടി രൂപയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ 10,000 കോടി രൂപയ്ക്കുള്ളതുകൊണ്ട്. പേടിഎമ്മിൻ്റെ ഇഷ്യൂ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവർ ലീഡ് മാനേജേഴ്സ് കുറച്ച് നല്ല കമ്പനികൾ കൂടുതലുണ്ട്. ആക്സിസ് ക്യാപിറ്റൽ, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്, ഗോൾഡ്മാൻ സാച്ചസ്, HDFC ബാങ്ക്, ICICI സെക്യൂരിറ്റീസ്, JP മോർഗൻ ഇന്ത്യ ലിമിറ്റഡ്, മോർഗൻ സ്റ്റാൻലി ഇന്ത്യ, ഇവരെല്ലാം തന്നെ ഇതിൻ്റെ ലീഡ് മാനേജേഴ്സുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പേടിഎം എന്ന മെഗാ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കേട്ടല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റുകൾ നൽകാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു IPO വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നു. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.